നമസ്കാരം, ഞാൻ ഡോക്ടർ ഉഷ മേനോൻ, വീനസ് വിമൻസ് ക്ലിനിക് ആൻഡ് IVF സെന്ററിലെയും കിംസ് ഹോസ്പിറ്റലിലെയും കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒവേറിയൻ ക്യാൻസർ അഥവാ അണ്ഡാശയ ക്യാൻസറിനെ പറ്റിയാണ്. എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ? സാധാരണഗതിയിൽ ഇതിന് രോഗലക്ഷണങ്ങൾ ഒന്നും കണ്ടുവരാറില്ല. അതുകൊണ്ട് വളരെ ലേറ്റ് ആയിട്ട് ഇതിന് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റാറുള്ളൂ. ഇതിന്റെ മറ്റ് രോഗലക്ഷണങ്ങൾ വയറ്റിലെ ചെറിയ അസ്വസ്ഥതകൾ, മലം പോവാനും മൂത്രം പോവാനും ഉള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയ ഗ്യാസ് പോലെ തോന്നുക, അടിവയറ്റിലുള്ള വേദന, ബാക്ക് പെയിൻ, പിന്നെ ഒരു വയറ്റിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മുഴയുള്ള പോലെ ഒരു തോന്നല്. ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. വളരെ വേഗ് സിംറ്റംസ് ആണ് ഇതൊക്കെ. എന്തൊക്കെയാണ് ഇതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ്? ഒവേറിയൻ ക്യാൻസർ പലവിധ ടൈപ്സും ഉണ്ട്. എപ്പിത്തീലിയൽ സെൽ ട്യൂമേഴ്സ്, ജേം സെൽ ട്യൂമേഴ്സ്. എപ്പിത്തീലിയൽ സെൽ ട്യൂമേഴ്സ് കൂടുതൽ പ്രായമുള്ള സ്ത്രീകളിലാണ് കണ്ടുവരാറ്. ജേം സെൽ ട്യൂമേഴ്സ് ആണെങ്കിൽ ചെറിയ കുട്ടികളിലും ചെറിയ പെൺകുട്ടികളിലും യുവതികളിലുമാണ് പൊതുവെ കണ്ടുവരാറ്. BRCA എന്ന ജനറ്റിക് മ്യൂട്ടേഷൻ ഉള്ള സ്ത്രീകളിൽ ഒവേറിയൻ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഇൻസിഡൻസും വളരെ കൂടുതലാണ്. വളരെ നേരത്തെയുള്ള ആർത്തവ ആരംഭവും വളരെ ലേറ്റ് ആയിട്ടുള്ള ആർത്തവ വിരാമവും പിന്നെ ഒബീസിറ്റി, അമിതവണ്ണവും ഇതിനുള്ള വേറെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. എങ്ങനെയാണ് ഒവേറിയൻ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റുക? മെഡിക്കൽ ഫീൽഡ് ഇത്ര അധികം പുരോഗമിച്ചിട്ടും നമുക്ക് ഒവേറിയൻ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനുള്ളൊരു ടെസ്റ്റും ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് അഥവാ ഗർഭനിരോധന ഗുളികകൾ ഒരു പരിധിവരെ ഈ അസുഖത്തിനെ തടുക്കാൻ പറ്റും. ഈ BRCA ജനറ്റിക് മ്യൂട്ടേഷൻസ് ഉള്ള റിലേറ്റീവ്സ് ഉള്ള സ്ത്രീകളിൽ BRCA ജനറ്റിക് ടെസ്റ്റിംഗ് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യേണ്ടതാണ്. ഈ ബ്ലഡ് ടെസ്റ്റ് പോസിറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ പ്രൊഫൈലാക്റ്റിക് ഊഫറക്ടമിയും പ്രൊഫൈലാക്റ്റിക് മാസ്റ്റക്ടമി, അതായത് പ്രിവെൻഷൻ ബേസിസിൽ ബ്രസ്റ്റും ഓവറീസും റിമൂവ് ചെയ്യേണ്ടതാണ്. അൾട്രാസൗണ്ടും CT സ്കാനിങ്ങും MRI ഒക്കെ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഈ രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റേജ് വൈസ് ട്രീറ്റ്മെൻ്റ് ആണ് ഇതിന് ചെയ്യേണ്ടത്. സർജറിയോ കീമോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയോ തെറാപ്പിയോ ആണ് പൊതുവെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്. താങ്ക് യു സോ മച്ച്.